ഹലോ, കിട്ടിയിട്ടുണ്ട്. സോറി മാഡം, ടയർ പഞ്ചറായി. ഒരു 5 മിനിറ്റുള്ള മാറ്റാം. ഇത് എന്തൊരു ജോലിയത്? ആ മാനേജറെ വിളിക്കുമ്പോഴൊക്കെ പോകേണ്ടി വരുന്നു. അയ്യോ, പോയി ലൂസിനെയാണോ കിട്ടിയത്? നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് എന്നെ പോലുള്ള സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേരൊന്നും പറ്റില്ലല്ലോ. എത്ര നാളായി രാജി ഈ ഡീല് നടന്നിട്ട്? സോറി, നിന്റെ മേലിൽ അവന് കിക്ക് ഉണ്ടോ ഇല്ലയോ? നീ എത്ര വലിയ ആളാവല്ലേ? Sir, we are in position, sir. ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. അവൻ രക്ഷപ്പെടാൻ പാടില്ല. Order, sir. അവൻ രക്ഷപ്പെട്ടാൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ കഴിയില്ല. Sir, I understand this is a golden opportunity. നിങ്ങൾ ഫയർ എന്ന് പറയുന്ന അടുത്ത നിമിഷം എന്റെ ബുള്ളറ്റ് അവന്റെ നെഞ്ചെ തുളച്ചിരിക്കും, സർ. ഓക്കെ. ഏയ്, വണ്ടി നിർത്തിക്ക്. ഡാ, നട റോഡിൽ കാർ നിർത്തിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കുക? ടയർ പഞ്ചറായി സാറേ, മാറ്റിട്ട് പോവാനാ. ആ ശരി, വേഗം വിട്ടോണം. ഓക്കെ. ചേട്ടാ, തമ്മനം ബ്രിഡ്ജ് വരെ എല്ലാം നോർമലാ. ചേട്ടൻ വേണം വന്നോളൂ, ഞാൻ പോയിക്കോളാം. ഓക്കെ. ജോൺ, സർ, ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നോക്കിയോ? അവൻ തന്നെയാണോ? കൺഫേം അയാൾ തന്നെയാ, സർ. എങ്കിൽ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യൂ. റൈറ്റ്, കുറച്ചുകൂടെ പുറകോട്ട്, കുറച്ചുകൂടെ. വാ. റൈറ്റ്, കുറച്ചുകൂടെ പുറകോട്ട്, കുറച്ച് പുറകോട്ട് ഒന്ന് റൈറ്റ് ഉണ്ടാക്ക്. വാ. നിർത്ത്. മര്യാദക്ക് വണ്ടി എടുക്കണം സാറേ, ഒരൊറ്റ ബൾബുള്ളൂ, അതൊന്ന് മാറ്റിക്കോട്ടെ. എടുക്കണം വണ്ടി. ഓക്കെ സാർ. എടോ, സാറ് ചൂടാന്ന് കേട്ടില്ല. വണ്ടി എടുക്ക്. അയ്യോ, ഷൂട്ട് ചെയ്യല്ലേ. അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ നിന്റെ വേല കാണിക്കുന്നോടാ. വേണ്ട,
ശക്തി, ഇത് നമ്മുടെ ഏരിയയാണ്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യ, വിട്ടേക്ക്. അയ്യോ, എന്നെ രക്ഷിക്കൂ സാറേ. ശക്തി, ശക്തി, നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. ഗണേഷ്, ഗെറ്റ് അപ്പ് മാൻ, വെൽ ഡൺ. ശക്തി പോലെ നീയും നന്നായി അഭിനയിച്ചു. താങ്ക് യു സർ. നമ്മുടെ എൻകൗണ്ടർ പ്ലാനിങ് വളരെ കറക്റ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ശക്തി നിസാരക്കാരനല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പ്ലാനിൽ രണ്ട് ചേഞ്ചേ ഉള്ളൂ. ഈ പില്ലറിന്റെ പിന്നിൽ ഞാനുണ്ടാവും, ആ ഭാഗത്ത് ഗണേഷ് ഉണ്ടായിരിക്കും. ശക്തി ഈ പാലത്തിനകത്ത് കടന്നതും ഈ റോഡിലേക്കുള്ള എല്ലാ വഴികളും നമ്മൾ അടച്ചിടേണ്ടത് അത്യാവശ്യമാണ്. പബ്ലിക്കിനകത്ത് വിടരുത്, ഓക്കെ? ഇപ്പൊ സമയം കൃത്യം 12 മണി. കൃത്യം 5 മണിക്ക് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ശക്തിനെ നമ്മൾ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് 3 മണിക്കൂർ സമയമുണ്ട്. നിങ്ങൾക്ക് വിശ്രമിക്കാം. എന്തൊക്കെ ചിരിച്ചും കളിച്ചും പറഞ്ഞാലും അവളിൽ ഒരു കണ്ണു വേണം. കാരണം ഞാൻ പിന്നെ പറയാം. അതെ, കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. ഇങ്ങനെയൊന്നും ഇല്ലെന്നേ. ഹലോ. അല്ല, കുറെ നേരമായിട്ട് റേഞ്ച് കിട്ടുന്നില്ലല്ലോ. മൊബൈൽ വെച്ചിരുന്ന സ്ഥലം വേറെയാ. റേഞ്ച് കിട്ടാതിരുന്നപ്പോഴേ മനസ്സിലായി. നല്ല സേഫ്റ്റിയുള്ള സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നതെന്ന്. ശരി, കാര്യം എന്താന്ന് പറ. നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോളൂ. രാവിലെ 4 മണിക്ക് മാലു നിന്നെ പിക്കപ്പ് ചെയ്യും. അവിടുന്ന് തിരിച്ച് കൃത്യം 5 മണിക്ക് തോപ്പുംപടി പാലത്ത് നിന്ന് നേരെ വൈറ്റിലെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് വിളിക്കുക. അവിടുന്ന് ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്തോളാം. 7 മണിക്ക് നമ്മുടെ കല്യാണം. അത് കഴിഞ്ഞ് ഫോൺ വെക്കടാ. സോറി മറക്കല്ലേ. കൃത്യം 5 മണിക്ക് തോപ്പുംപടി പാലത്ത് നിന്ന് വൈറ്റിലെ ബസ് സ്റ്റോപ്പ്. ഹലോ. നിന്റെ മോൾ എന്താ പറയുന്നേ? അവൾ എന്തോന്ന് പറയാൻ, 8 മണിയുടെ ഫ്ലൈറ്റിന് അവളെ ഞാൻ കയറ്റി വിടും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം അവള് മറക്കും. മറന്ന അവൾക്ക് നല്ലത്. രാവിലെ 6 മണിക്ക് എയർപോർട്ടിൽ ഉണ്ടായിരിക്കണം. ചെന്ന് ഉറങ്ങാൻ നോക്ക്. മീനു, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ജയ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എവിടെ എപ്പോഴാണ് വരേണ്ടത്? നാളെ കാലത്ത് 5 മണിക്ക് കല്ലൂർ ബസ് സ്റ്റാൻഡിലോട്ട് വന്നേര്. നമുക്ക് എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കാം. ശരി. ഒരുപാട് സമയമായല്ലോ, എന്ത് പറ്റി? അവിടെ ഒരുപാട് പോലീസുകാരുണ്ടോ? സാധനം കിട്ടിയോ? ആ, ബോസ്, വൈൻഡ് അപ്പ് സോൺ. ലെറ്റ്സ് മൂവ്. ലിഫ്റ്റ് പ്ലീസ്.
24 കൊല ചെയ്ത കൊലയാളിയെ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 6 മാസമായി. ഇതുവരെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചോദിച്ചാ വലിയ പോലീസാണത്രേ, കേരള പോലീസ്. സർ, പ്ലാനിങ് കറക്റ്റ് ആയിട്ടുണ്ട് സർ. ഇപ്രാവശ്യം അവൻ രക്ഷപ്പെടില്ല. അവന്റെ ബലം എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞ പോലീസുകാർ നമ്മുടെ ടീമിലുണ്ട് സർ. എടി, ആരെങ്കിലും കാണും. പെട്ടെന്ന് വണ്ടി എടുക്ക്. ഓക്കെ. ഹലോ, ഹലോ വിനു, ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഞാനും ഇറങ്ങിക്കഴിഞ്ഞു. ഓക്കെ, കെയർഫുൾ. ഓക്കെ. ഹലോ ഞാനാ സെൻട്രൽ മിനിസ്റ്റർ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് പ്ലാനാ ചെയ്തിരിക്കുന്നത്? സർ, മോർണിംഗ് 5 o'clock ശക്തി മരിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് കിട്ടും. ഓക്കെ മിസ്റ്റർ വിക്രം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എല്ലാവരും സ്പോട്ടിൽ വെച്ച് കാണാം. മൂവ്. ലിഫ്റ്റ് ലിഫ്റ്റ്. ചേട്ടാ, 1 കിലോ ആപ്പിൾ. ആ കാശ്മീർ ആപ്പിൾ. ആ അതന്നെ, റൈറ്റ്. ചില്ലറ മാറ്റി കേട്ടോ. ഇതാ ചേട്ടാ. ഹലോ. ആ ശരി അച്ഛാ. മാഡം കാശ്. ഓ സോറി. നല്ല സുന്ദരിയാണല്ലോ. എന്താ സാറാ നോക്കുന്നത്? ആ, ഒന്നുമില്ല ഒന്നുമില്ല. സോറി മാഡം, ഞങ്ങളുടെ ട്രാവൽ ഏജൻസിയിൽ ഇതുവരെ ഇങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല മാഡം. നിങ്ങൾ എത്ര ഈസി ആയിട്ടാ പറഞ്ഞത്. സർ, മൺഡേ മോർണിംഗ് എനിക്ക് ഡൽഹിയിൽ ഇന്റർവ്യൂ ഉണ്ട്. ഈ ഇന്റർവ്യൂവിന് വേണ്ടി 4 മാസങ്ങളായിട്ട് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തതാ ഞാൻ. രാവിലെ വിളിച്ചപ്പോഴെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നു. TTRനെ പിടിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളെ ഈ ട്രെയിനിൽ കയറ്റി വിടാന്ന് വിചാരിച്ചതാ. പക്ഷെ അവസാന നിമിഷം പറ്റാണ്ട് വന്നു. സോറി മാഡം. 300 ഗേൾസിൽ ഞാൻ മാത്രമാണ് സെലക്ട് ആയത്. നിങ്ങളുടെ കെയർലെസ്നെസ് കാരണം. ഞാൻ എന്തിനാ നിങ്ങളുടെ കെയർലെസ്നെസ്സിന് വേണ്ടി കരയുന്നത്? മിസ്റ്റർ, 6 മണിക്കത്തെ ട്രെയിനിന് എനിക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാനൊരു ഐഡിയ പറയാം. എന്താ? മാഡം, ഞാൻ പറയാം. ഈ ട്രെയിനിൽ തന്നെ മാഡത്തിന് ഡൽഹി പോകാൻ കഴിയും. ടിക്കറ്റ് എല്ലാം ഓക്കെയാ. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ഹണിമൂണിന് ഡൽഹി വരെ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു കാരണം കൊണ്ട് അവർ വന്നില്ല. മാഡത്തിന് വേണമെങ്കിൽ ആ പെണ്ണിന് പകരമായിട്ട് ഡൽഹി വരെ യാത്ര ചെയ്യാം. മാഡം ടെൻഷൻ ആവാതെ, ഹസ്ബൻഡിന് പകരമായിട്ടുള്ള ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാ. വളരെ നല്ല പയ്യനാ. എന്താ ഇത്? ഒട്ടും പരിചയമില്ലാത്ത ഒരുത്തന്റെ കൂടെ ഇവിടുന്ന് ഡൽഹി വരെ, അതും ഹണിമൂൺ കുഫയില്. ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? എൻ്റെ പൊന്നു സിസ്റ്ററെ, അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവനും മാഡത്തിനെ പോലെ തന്നെയാ. അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞോണ്ടാ. മേഡം ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ശരിയാവണ പോലെ ഉണ്ടല്ലേ? എന്താ ഇത്? വന്നാലും സിസ്റ്റർ. സമയായി, വേഗം. ഒരു മിനിറ്റ്. I'm Jay. മീനു. BMBA. ME MBA. അണ്ണാ യൂണിവേഴ്സിറ്റി. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. നിക്കോളസ് കോളനി. ശിവാജി നഗർ. എനിക്ക് പ്രേമിച്ച് കിട്ടണം, അതാണ് എൻ്റെ ഒറ്റ ലക്ഷ്യം. നിങ്ങൾക്കോ? ഹലോ, വെയിറ്റ്. ചികഞ്ഞ് ചോദിക്കുമെന്ന് കരുതണ്ട. ഫ്രാങ്കായിട്ട് ചോദിക്കുന്നത് എൻ്റെ നേച്ചറാണ്. വിശ്വസിക്കുന്നേ.
മീനു, ഹലോ 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 മീനു, അതൊക്കെ പോട്ടെ. എന്ത്? അവിടെ പറഞ്ഞില്ലേ ഈ ലവ് മാരേജ് ഇങ്ങനെയുള്ള ഗ്ലാമർ ടോപ്പിക് ഒന്നും നമുക്ക് വേണ്ട. ഗുഡ്. വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ ഒരു 70-80 വയസ്സ് വരുന്ന മുത്തശ്ശിയോട് സംസാരിക്കാം. ദൈവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുക, പാപപുണ്യങ്ങളെ കുറിച്ചൊക്കെ ഞാനും പറയാം. ഡൽഹി വരുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ രണ്ടുപേർക്കും മുടി തറയ്ക്കും. ഹലോ, ഗ്ലാമർ ആയിട്ട് സംസാരിച്ചാൽ മാത്രം യൂത്ത് ആവില്ല. വിവേകാനന്ദനെ പോലെ യൂത്ത്ഫുൾ ആയിട്ട് സംസാരിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. താങ്ക്സ്. എന്തിനാ? ഡൽഹി വരെ എൻ്റെ കൂടെ വരാൻ വിശ്വസിച്ചതിന്. ഞാൻ നിങ്ങളോടുള്ള വിശ്വാസത്തിലല്ല വരുന്നത്, ഞാൻ എന്നോടുള്ള വിശ്വാസത്തിൻ പേരിലാണ് വരുന്നത്. എന്തോന്നാ മേഡം നിങ്ങൾ ഇങ്ങനെ? നമ്മൾ വണ്ടി കറക്റ്റായിട്ടാ ഓടിക്കുക, പക്ഷെ ഓപ്പോസിറ്റ് വരുന്നവൻ തെറ്റായിട്ട് വന്നിടിച്ചാലോ? ആക്സിഡന്റ് അല്ലേ? മനസ്സിലായില്ല. നിങ്ങളുടെ വണ്ടി ആക്സിഡന്റ് ആവാതിരിക്കണമെങ്കിലേ ഞങ്ങള് വണ്ടിയും കറക്റ്റായിട്ട് ഓടിക്കണം മാഡം, അല്ലേ? വാട്ട് ഡു യു മീൻ? പിന്നല്ലാതെ എന്നെ വിശ്വസിക്കാതെ നിങ്ങൾക്ക് കളിയാക്കാം. ഞാനും നല്ലൊരു കുടുംബത്തിലെ പയ്യനാണെന്ന് പയ്യനെ മനസ്സിലായിക്കോളും. ഇൻഫാക്ട് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ചാരിത്രം നഷ്ടപ്പെടുത്താത്തവനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെയോ? മറ്റുള്ളവർക്കൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ. ഐ ആം സ്റ്റിൽ സിംഗിൾ. ഹലോ, എൻ്റെ എല്ലാ മൂവ്മെൻറ്റും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. സാറിനെന്താ പേടിയുണ്ടോ? നിന്റെ കൂടെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഈ നമ്പറിൽ വിളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഞാൻ ചോദിച്ച കാര്യം തേ. നീ ആവശ്യപ്പെട്ട കാര്യം കോർട്ടിൽ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് എത്തിയിരിക്കും. Sir, he removed the SIM card. മോനെ 2 ചായ കൊണ്ടോടാ. സ്പെഷ്യൽ പറയണേ. എന്താ സാറേ പെട്ടെന്ന്? പറഞ്ഞിരുന്നത് ഞാൻ വന്നേനല്ലേ. ഇസ്മായിൽ, പറ സാർ. ഈ സുമോ ഓടുവോ? ഒരു 10,000 രൂപ ചെലവ് ചെയ്താൽ ഓടും. റെഡിയാക്കാൻ എത്ര സമയം എടുക്കും? ഒരു 2 മണിക്കൂറിൽ റെഡിയാക്കാം സാർ. പറയൂ സാർ. മാഡം, 2 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് TN70A6436 എന്ന സുമോ കാണാതെ പോയിട്ടുണ്ട്. ഒരു FIR ഫയൽ ചെയ്തേക്കൂ. ഓക്കെ സാർ. അവനിപ്പോൾ എവിടെ എത്തും? അവൻ്റെ ഒരു കോപ്പി കൊടുത്തു വിട്ടേക്ക്. ഡെഫിനറ്റ്ലി സാർ. സുഭാഷ്, ട്യൂണറ്റേ സർ. നിങ്ങൾ എവിടെയാ ഈ പോന്നേ? ഞാനിപ്പോ വരാടി. അയ്യോ, പേടിക്കണ്ട, നിന്നെ ഒന്നും ചെയ്യില്ല. നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. ഇവിടെ തന്നെ, ഇവിടെ നിർത്തിക്കോ സാറേ.
സാറിന് എന്തിനാ സാറേ കള്ളത്തോക്ക്? അത് സാറേ ഇങ്ങടാ. ഒരു 1,20,000. $80,000. അതിന് കിട്ടില്ല സാർ. ഇതിൽ നിന്ന് തന്നെ നിനക്ക് 2 മടങ്ങ് ലാഭം കിട്ടും. അതൊന്നും അറിയേണ്ട കാര്യമില്ല. പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ എന്ത് റിസ്ക് ആണെന്ന് അറിയോ? അപ്പോൾ 70,000. എന്താണ് പാർട്ട്ണറെ പ്ലാൻ ചെയ്യുന്നത്? അത് നീ മനസ്സിലാക്കിയാൽ നീ എൻ്റെ സ്ഥാനത്തും ഞാൻ നിന്റെ സ്ഥാനത്തുമാകും. മറ്റുള്ളവരുടെ ചിന്തയിൽ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ വലിയൊരു സൂക്കേടാണ്. അങ്ങനത്തെ സൂക്കേടുള്ളവർ ഈ ജോലിക്ക് അൺഫിറ്റാണ്. ഇതൊരു UG മെയിൻ്റനൻസ്. കാര്യം കഴിയുന്നവരെ ബോസ് അല്ലാതെ വേറൊരാൾക്കും ഒന്നും മനസ്സിലാവാൻ പാടില്ല. അറിയാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഇതാണ് ഇതിൻ്റെ എത്തിക്. ഇതൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ എതിരാളിയില്ലാതെ തോൽക്കും. സർ, 10 മണിക്ക് അർജുനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോർട്ട് എന്നെ പറഞ്ഞല്ലോ. പിന്നെ നീയൊക്കെ എന്താ ചെയ്യാൻ പോണേ? അവനെ ഓൾറെഡി 9 മണിക്കേ കൊല്ലും. വിശ്വസിക്കാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും സർ. ഈ വിലങ്ങും കഴിച്ചേക്ക്. പറ്റില്ല ഡോക്ടർ, അത് ഭയങ്കര റിസ്ക് ആണ്. നോ, ഇറ്റ്സ് നോട്ട് എ സ്റ്റേഷൻ. ജഡ്ജി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇയാളെ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇതില് എന്റെ പേര് വരില്ല സർ. അർജുൻ ദ്രോഹി. സർ, അവനെ എൻകൗണ്ടറിൽ എപ്പോഴേ കൊന്നേനെ. താങ്കളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ അവനെ വിട്ടത്. ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കാം. ബുള്ളറ്റ് പോലെ ഒരുത്തിനെ അവനെ കൊല്ലാനായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഡ്യൂട്ടിയിൽ ചേർന്നിട്ട് 3 മാസത്തിനകം 6 എൻകൗണ്ടറാണ്.
വിതിൻ 2 hours ഞാൻ പുറത്തു വന്നിരിക്കും. 16 കൊലപാതകം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 2 മണിക്കൂറിനൊക്കെ പുറത്തു വരുമെന്ന്. എന്തൊരു ആത്മവിശ്വാസം. നമ്മുടെ നാട്ടിലുള്ള വക്കീല, ജഡ്ജി, പോലീസുകാരെല്ലാം ന്യായപരമായിട്ട് ഒന്നും തന്നെ ചെയ്യാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പറ്റില്ല, കാരണം ഇതൊരു മിഷനാണ്. ഈ അർജുൻ ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിന്റെ പുറത്ത് കരി പുരട്ടിയാൽ ഇത് നിന്റെ അവസാന നാളാണ്. ഗണേഷ്, നിങ്ങൾ വണ്ടി ഓടിക്കണ്ട. നിങ്ങൾക്ക് സ്റ്റേഷനിൽ വേറെ ജോലിയുണ്ട്. ശക്തി, പ്ലീസ്, ആർഗ്യൂ ചെയ്യാൻ സമയമില്ല. പ്രൊസീഡ്. ഹലോ, അവന്റെ വണ്ടി വരുന്നുണ്ട് സാറേ. ആ ഞാൻ നോക്കിക്കോളാം. ഡ്രൈവർ, എന്തിനാ വണ്ടി നിർത്തിയത്? എന്താ സംഭവിച്ചത്? പുറത്തേക്ക് വാ. ഫാസ്റ്റ്, ഹറി അപ്പ്. നീ ആ ഭാഗം നോക്ക്, ഞാനിവിടെ നോക്കാം. ബോയ്സ്, അർജുൻ്റെ ആളുകൾ നമ്മളെ വളഞ്ഞിട്ടുണ്ട്. അലേർട്ട്, പുറത്തു വാ. ശക്തി, ഇവിടെ നോക്ക്. നീ ചെയ്യുന്ന വലിയ തെറ്റാ. എന്നെ കോടതി കൊണ്ടുപോ. അതാ നിന്റെ ഡ്യൂട്ടി. വെളിയിൽ വാടാ. എനിക്ക് 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 പേടിയില്ല മരണത്തോട്. അർജുൻ, ശരിക്കും നിന്റെ ആളുകൾ നിന്നെ രക്ഷിക്കാൻ വന്നെന്നാണ് വിചാരിച്ചേ.
പ്ലാൻ. മരിക്കാൻ പേടിയില്ലെന്നല്ലേ നീ പറഞ്ഞേ? എന്നിട്ടെന്താ ഞെട്ടുന്നേ? 16 പേരെ കൊന്നില്ല നീ. അവരും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ പേടിച്ചത്? അതെ, 16 കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഒരു കേസിൽ പോലും കോടതി കൊണ്ട് ശിക്ഷ വാങ്ങിച്ചു തരാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പോലീസുകാരനും കഴിഞ്ഞില്ല. എൻകൗണ്ടർ. കഴിവില്ലാത്ത ധീര പോലീസുകാരന്റെ ആണത്വമില്ലായ്മ. ഈ എൻകൗണ്ടർ. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ തലയിൽ കുറ്റം ചുമത്തി എത്ര മിടുക്കനായിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നേ. ഞാൻ ഈ കാഞ്ചിന്ന് വലിച്ചാലുണ്ടല്ലോ, ഇത് പോലീസ് ബുള്ളറ്റാ. എന്താ സാർ, പോലീസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? നിങ്ങളുടെ സഹായമില്ലാണ്ട് ഞങ്ങൾക്കൊരു തെറ്റും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ ആദ്യത്തെ കൊലപാതകം ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്തിടാമായിരുന്നല്ലോ. ഞാനും നന്നായനെ. എൻ്റെ ജീവനെങ്കിലും രക്ഷപ്പെട്ടേനെ. ലക്ഷങ്ങളോളം കോഴ വാങ്ങിച്ച് രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും പേടിച്ച് എന്നെ പുറത്തുവിട്ടു. അതെന്നെ വെറുതെ വിട്ടതായ പൊരുളല്ല. എന്നെ പോലുള്ള മറ്റു റൗഡികൾക്ക് തുടരെ ചെയ്യാനുള്ള പ്രചോദനമാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തരുന്ന ഈ അധികാരം. ആദ്യത്തെ കൊല ചെയ്തപ്പോഴേ ജനങ്ങൾക്ക് ഞങ്ങളോട് താല്പര്യക്കുറവായി. ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനും ഞങ്ങളെ ഇഷ്ടമാണ്. എന്നാണ് ബിസിനസ്സുകാരനോ രാഷ്ട്രീയക്കാരനോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടാണ്ട് പോകുന്നോ, അന്നാണ് ഈ എൻകൗണ്ടർ നടക്കുന്നത്. നീ ഒരു കൊലയാളിയാണ്. പോലീസിനെ പറ്റി ഇത്രയ്ക്ക് ചീപ്പായിട്ട് ഞാൻ സംസാരിക്കുന്നു. കൊലയാളിയൊക്കെയാ. നീ ഇപ്പൊ എന്നെ ഷൂട്ട് ചെയ്യാൻ പോവല്ലേ? നീ ആരാ? ജഡ്ജാണോ? നീയും കൊലപാതകനാ. നല്ലവർക്കാണ് ജഡ്ജിന്റെ ആവശ്യം. നിന്നെ പോലെയുള്ളവർക്കൊക്കെ ഞാൻ മതി. നിന്റെ ടൈം കഴിഞ്ഞു. നീ എന്നെ ഷൂട്ട് ചെയ്തത് കൊണ്ട് എത്ര കൊള്ളരുതാത്തവരെ രക്ഷപ്പെടുത്തുന്നുണ്ടെന്നറിയോ? എൻ്റെ കൂടെ ഇപ്പോൾ ഈ എത്ര സത്യങ്ങളാണ് മൺമറയാൻ പോകുന്നതെന്നറിയോ? ഫ്രണ്ട്സ്, ഇതൊന്നും നമുക്ക് പുതിയ കാര്യമല്ല. ആളും മെത്തേഡും മാറിക്കൊണ്ടേയിരിക്കും. ഇവനൊന്നും നല്ലവനല്ല. സോ നോ ഗിൽറ്റി കോൺഷ്യസ്. ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് അവർ ജോബ്. വരുൺ, 3, 2, 1. മിനിറ്റ്സിനുള്ളിൽ എല്ലാം തീർത്തേക്കണം. ഹരിയപ്പ്. ആനന്ദ്, സോ ഇസ്മായിൽ, അവന്റെ കയ്യിലെ ഗണ്ണ് വെച്ചേക്ക്. പ്രസ്. രാവിലെ 10 മണിക്ക് അർജുനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ വഴിക്ക് വന്നുകൊണ്ടിരുന്നേ. ഒരു 9:30 ആയിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഒരു റോക്കറ്റ് ഞങ്ങളുടെ വണ്ടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഞങ്ങളുടെ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് റോക്കറ്റ് പോയി മരത്തിലിടിച്ചു. അതാ വൈകിയത്. ആ ഷോക്കിൽ നിന്ന് ഞങ്ങൾ മുക്തരാകുന്നതിന് മുമ്പ് ആ കിടക്കുന്ന സുംബയിൽ നിന്ന് ഒരു 4-5 പേര് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഞങ്ങൾ തിരിച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ തോക്കുകൊണ്ട് ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും 4-5 പേര് വന്ന് അർജുനെ രക്ഷിക്കാൻ നോക്കി. അവൻ രക്ഷപ്പെടരുതെന്ന് വിചാരിച്ചാ ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയത്. ഇപ്പൊ ഞങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്ന ഇതേ സ്ഥലത്താണ് രാവിലെ അർജുനെ രക്ഷിക്കാൻ വന്നവരുമായിട്ട് വെടിവെപ്പുണ്ടായത്. അപ്പോൾ അർജുൻ ഈ വഴിക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അവന്റെ കാലിൽ ഷൂട്ട് ചെയ്തു. ആ കാലുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നിട്ട് സുമയിൽ വന്ന ആൾക്കാർ അവനൊരു തോക്ക് കൊടുത്തു. ആ തോക്കുകൊണ്ട് അവൻ ഞങ്ങളെ വെടിവെക്കാൻ ശ്രമിച്ചു. ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് അവനെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതാണ് സംഭവിച്ചത്.
മനസ്സ് പിടയുമല്ലോ. കാട്ടുതീയായി പടരും, എല്ലാം എല്ലാം നശിയും. രക്ഷപ്പെടാൻ നോക്കേണ്ട, ദുഃഖങ്ങളെല്ലാം മറക്കൂ. ഇവനാരെന്നും ജയനാരെന്നും ആർക്കുമൊന്നും അറിയില്ല. കാലത്തിൻ കയ്യിൽ നീ പാവയല്ലോ. ഇവന്റെ കണ്ണിൽ പെട്ടാലോ നീ പപ്പടമോമല്ലോ. ഇവൻ വന്നാൽ നീങ്ങെട്ടും, ഇവൻ എല്ലാവർക്കും പേടി സ്വപ്നമാ. ഹലോ പറയടാ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഐ എം ഓക്കെ. നീ സൂക്ഷിച്ചു വരാൻ നോക്ക്. ഓക്കേടാ. ഗുഡ് മോർണിംഗ് ഓഫീസർ. അരുൺ, E.K. അരുൺ, ഹ്യൂമൻ റൈറ്റ്സ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ വിങ്. ഓഫീസർ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സ്റ്റേഷനിലേക്ക് വരൂ, സംസാരിക്കാം. വേണ്ട, ഇപ്പൊ തന്നെ എനിക്ക് സംസാരിക്കണം. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിലാണ്. പിന്നീട് സംസാരിക്കാം. ഓഫീസർ, ഇപ്പൊ നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ. എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്? നിങ്ങൾ ചെയ്ത എൻകൗണ്ടറിൽ ഒന്ന് ഫേക്ക് ആണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അകത്തേക്ക് പോവും. നമ്മുടെ എൻക്വയറി തീരുന്നവരെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ്. ശരി ഓഫീസേഴ്സ്, ബി ഫ്രീ. നമുക്കെന്തെങ്കിലും സിനിമ കണ്ടാലോ? റിലീസായ എല്ലാ പടങ്ങളും അപ്പം തന്നെ ഞാൻ കണ്ടു തീർക്കാറുണ്ട് സാർ. തിയേറ്ററിലാണോ? കളർ DVD സാർ. ഗുഡ്. പോലീസുകാരനാവുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവണം. താങ്ക് യു സാർ. പൊതുവെ ജോലിക്ക് കയറുമ്പോൾ സത്യസന്ധമായ ജോലി ചെന്നാ വിചാരിക്കാം. പക്ഷെ കൈക്കൂലി എന്ന വൈറസ് അവരെ കാർന്ന് തിന്നുന്നു. ഏതൊരു വൈറസിനും അടുക്കാൻ പറ്റാത്തൊരു ഓഫീസറാണ് ഈ ശക്തിവേൽ. ഇദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന 2 സബ് ഓഫീസേഴ്സ്. വെരി ഗുഡ് ടീം. നിങ്ങളുടെ 3 പേരെയും പ്രൊഫൈലിൽ ഞാൻ കണ്ടു, കലക്കിയിട്ടുണ്ട്. ഓക്കെ ഓഫീസേഴ്സ്, നിങ്ങൾക്ക് 3 പേർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇടപെടുക. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. Sorry, I'll be back. ശക്തി, സൈലൻസ്.
അയാൾ എന്തിനെ പറ്റി ചോദിച്ചേ? കേസിനെ കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല ശക്തി. അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണക്കാരനല്ല. അതുകൊണ്ട് അയാളുടെ സംസാരത്തിന് വാങ്ങി ഒന്നും പറഞ്ഞേക്കല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ പോലും അറിയാതെ അയാൾ ക്യാമറ വെച്ചിരിക്കുന്നു. അയാൾ എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ 3 പേര് ഒരുപോലെ വേണം ആൻസർ പറയാൻ. ആദ്യം ഞാൻ മറുപടി പറയാം, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. വേറെ എന്തെങ്കിലും കുത്തി ചോദിക്കുവാണെങ്കിൽ മറന്നുപോയി ഓർക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് അയക്കണം. യാതൊരു കാരണവശാലും അയാൾക്ക് നമ്മൾ പിടികൊടുക്കരുത്. കൃത്യം 5 മിനിറ്റ്. ഓഫീസർ, നോ. എന്താ സാറേ, ഫ്രീ ആയിരിക്കാന്ന് സാറേ തന്നെയല്ലേ പറഞ്ഞത്? ശരിയാണ്, പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ സാധാരണ പാവയല്ല അത്. ക്യാമറ, നിങ്ങൾ വലിക്കുന്ന ക്യാമറയിൽ കണ്ടാൽ നിങ്ങളുടെ ഇമേജ് പോയേക്കും. അതുകൊണ്ട് അതിനെ... സാറേ, അത് ഞാൻ നേരത്തെ ഓഫ് ചെയ്തു. വെരി ഗുഡ്. പോലീസായ ഇങ്ങനെ അലേർട്ടായിരിക്കണം. സാർ, അപ്പോ പക്ഷെ ഓഫീസർ, നിങ്ങൾ കരുതിയതുപോലെ അത് റിമോട്ടല്ല, വോയിസ് റെക്കോർഡർ. നമ്മളിഞ്ഞ് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റായിട്ട് റെക്കോർഡാകും. അത്രയ്ക്കും ക്ലാരിറ്റിയാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണക്കാരനല്ല. അയാൾ എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ 3 പേര് ഒരുപോലെ വേണം ആൻസർ പറയാൻ. ആദ്യം ഞാൻ മറുപടി പറയാം, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. വേറെ എന്തെങ്കിലും കുത്തി ചോദിക്കുവാണെങ്കിൽ മറന്നുപോയി ഓർക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് അയക്കണം. യാതൊരു കാരണവശാലും അയാൾക്ക് നമ്മൾ പിടികൊടുക്കരുത്. ഓഫീസർ, തെറ്റ് ചെയ്യുന്നവൻ അവൻ അറിയാതെ തന്നെ എന്തെങ്കിലും ഒരു തെളിവ് വിട്ടേക്കും. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ് ശരിയായ ഒരു പോലീസ് ഓഫീസർ. പക്ഷേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നവനാണ് സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറിന്റെ ജോലി. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പുകവലിക്കാം. നിങ്ങളുടെ ഈ ആക്ടിവിറ്റി മുതുകിൽ കടാരിറക്കിയ പോലെ ഉണ്ട്. അമ്പ് വന്നതിന് ശേഷം തിരിഞ്ഞു നിന്നാൽ അർജുനൻ വിട്ടാലും അത് മുതുകിലെ കുത്തുള്ളൂ. വരൂ ഓഫീസേഴ്സ്, നമ്മുടെ മീറ്റിംഗ് പോയിന്റ് ഇതാണ്. ഓഫീസേഴ്സ്, എന്താ കഴിക്കണ്ടേ? ചായയോ കാപ്പിയോ? നോ താങ്ക്സ്. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ചായയോ കാപ്പിയോ? ചായ. ഗുഡ്. ഓഫീസർ, നിങ്ങൾക്കോ? കോഫി. വെരി ഗുഡ്. യു ഓഫീസർ? ശീലിച്ചിട്ടില്ല സർ. ഓഫീസർ, നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ചായക്കട ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ചായ നല്ല കടുപ്പത്തിൽ കിട്ടും. പോകാൻ ഒരു 5 മിനിറ്റ്, ചായ കുടിക്കാൻ ഒരു 5 മിനിറ്റ്, തിരിച്ചു വരാൻ 5 മിനിറ്റ്. 15 മിനിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചെത്താം. മുരളി? ഓഫീസർ, നിങ്ങൾക്ക് കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞു അല്ലേ? A to B, അടയാർ ആനന്ദ ഭവൻ. നല്ലൊരു ഹോട്ടലാണ് ഇവിടെ അടുത്താ ഉള്ളത്. സതീഷ്, ഇദ്ദേഹത്തിനെ കൊണ്ടുപോകും. ഓഫീസർ, നിങ്ങൾക്ക് കുടിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ എന്തെങ്കിലും കുടിക്കണം തോന്നുന്നു സർ. ഞാനും പോയിക്കോട്ടെ? നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അത് ഇവിടെ തന്നെ കിട്ടും. ഓഫീസർ, ഇവിടെ ഇപ്പൊ പറയണം, അന്നെന്താ സംഭവിച്ചത്? എനിക്ക് മറവി കൂടുതലാണ് സർ. എനിക്കറിയാം. ആ പ്രശ്നം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്താൻ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇൻഫാക്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് അർജുൻ മരണപ്പെട്ടത്. എന്തേ? അന്ന് ഏകദേശം ഒരു 9:30 മണിയായി കാണും സർ. സഡനായി ആ വണ്ടി ഇവിടെയാണ് നിന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശക്തിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റി. സംതിങ് ഗോയിങ് ടു ഹാപ്പൻ, ബി അലേർട്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ അലേർട്ടായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെടിപൊട്ടുന്ന സൗണ്ട് കേട്ടു. ഓഫീസർ, കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു പെണ്ണിനെ പ്രേമിച്ചില്ലേ? അതെ സർ.
എന്തോ ഗൺഷൂട്ട് കേട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ആ പെണ്ണിനെ വിവാഹം കഴിക്കാതെ ചതിച്ചു അല്ലേ? സാർ ഞാൻ ആ പെണ്ണിനെ പറ്റിച്ചിട്ടൊന്നുമില്ല സാർ, അവള് തന്നെയാണ് എന്നെ പറ്റിച്ചത്. 9:30 മണിക്ക് നിങ്ങളുടെ വണ്ടി വന്ന് നിന്നു. അതിനുശേഷം പുറത്ത് ശക്തിവേലിന്റെ ശബ്ദം കേട്ടു അല്ലേ? കറക്റ്റ് സർ. ഇന്ന് വരെ ആ പെൺകുട്ടിയെ മറക്കാൻ സാധിച്ചില്ല. അതെ അല്ലേ? സർ. പക്ഷേ ശക്തിയുടെ ഇന്റർവ്യൂവിൽ ഈ ഭാഗത്തുനിന്നൊരു റോക്കറ്റ് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്നുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജീപ്പ് നിർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഈ റോക്കറ്റ് ലോഞ്ചിന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചില്ലേ? പറയണം ഓഫീസർ. എൻകൗണ്ടറെ പറ്റിയാണോ അതോ എൻ്റെ ലവറെ കുറിച്ചാണോ സാർ? അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ രണ്ടും ഇങ്ങനെ മാറ്റി മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം രണ്ടിനെ കുറിച്ചും എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു സാർ. എൻകൗണ്ടറിനെ കുറിച്ച് മാത്രം ചോദിക്കൂ സാർ. അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവർ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടന്നുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല സാർ. കൃത്യമായി പറയണമെന്നില്ല, ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് മതി. പാന്റ് ആയിരുന്നു അതോ ലുങ്കിയോ? അതിന് പാൻറ്, ഷർട്ട്, ടീഷർട്ട് ഇട്ടിരുന്നു. ശരിക്കും ഓർത്തു നോക്കിയേ, ആരെല്ലാം മുഖം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ആരുടെ ഫേസും മനസ്സിൽ നിൽക്കുന്നില്ല സാർ. എന്തേ മുഖം കാണാതിരിക്കാൻ വേണ്ടി അതെ എന്തെങ്കിലും? സാർ, മങ്കി മാസ്ക് ധരിച്ചിരുന്നവർ. എല്ലാരും? യെസ് സാർ. ഓ, അർജുന്റെ കാലിൽ വെടിവെക്കുന്ന സമയത്ത് അർജുനും ശക്തി തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? 5 ഫീറ്റ് ഉണ്ടാവും സാർ. നെറ്റിയിൽ വെടിവെക്കുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? ഒരു 15 അടി കാണും സാർ. അർജുൻ നിങ്ങളെ വെടിവെക്കാൻ ശ്രമിച്ച സമയത്ത് ഇൻസ്പെക്ടർ ശക്തി നിങ്ങളുടെ ഇടതുവശത്തുണ്ടായിരുന്നോ അതോ വലതുവശം? ലെഫ്റ്റ് സൈഡ്. വരണം ഓഫീസർ. ഞാൻ പറഞ്ഞതുപോലെ ചായ നല്ല കടുപ്പത്തിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനടുത്ത് എൻ്റെ എൻക്വയറി കഴിഞ്ഞു. ഇനി നിങ്ങളാണ്. ഓഫീസർ, ഇദ്ദേഹത്തിൻ്റെ മറുപടികൾ എന്തായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമ്മുടെ ഇൻ്റർവ്യൂ തുടങ്ങാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ, രണ്ടുപേരും കണ്ടത് ഒരേ കാര്യം തന്നെയല്ലേ? വെൽ, വെറും 6 ചോദ്യങ്ങൾ. അർജുനെ രക്ഷിക്കാൻ വന്നവർ എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ പാൻറ്, ഷർട്ട്, മുണ്ട്, ലുങ്കി, ടീഷർട്ട്, ഇതുപോലത്തെ വല്ല കോസ്റ്റ്യൂംസ്? ഫോർമൽസ്, ടീഷർട്ട്, ജീൻസ് പാൻറ്, ഇതൊക്കെ എല്ലാവരും ഇട്ടിരുന്നേ. രണ്ടാമത്തെ ചോദ്യം, വന്നവരിൽ ആരുടെയെങ്കിലും മുഖം ഓർമ്മ ഉണ്ടോ? ശരിക്കും ഓർക്കുന്നില്ല സാർ. ഒരു കുറ്റവാളിയുടെ മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. മരണം വരെ മറക്കാത്തവനാണ് ഒരു കഴിവുള്ള പോലീസ് ഓഫീസർ. 10 മിനിറ്റ് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആരെ മുഖം ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും? മുഖം മറയ്ക്കുന്ന പോലെ എല്ലാവരും തുണി കെട്ടിയിട്ടുണ്ടായിരുന്നു. തുണി കെട്ടിയിട്ടുണ്ടായിരുന്നോ അതോ മുഖത്ത് വല്ല ബ്ലാക്ക് പെയിന്റ് അടിച്ചിരുന്നു? പകുതി പേര് മുഖം മറയ്ക്കുന്ന പോലെ തുണി കെട്ടിയിരുന്നു, മറ്റുള്ളവരൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസർ, നിങ്ങളുടെ റിയാക്ഷൻ റെക്കോർഡ് ആവുന്നുണ്ട്. സാർ ഞാൻ വേണമെങ്കിൽ ആ സൈഡിലൊന്ന് ഇരുന്നോട്ടെ സാർ. എന്ത് പറ്റി ഓഫീസർ? എൻക്വയറി അവരുടെ അല്ലേ സാർ? എൻക്വയറി അദ്ദേഹത്തോട് തന്നെ, പക്ഷെ ഉത്തരങ്ങൾ ഇവിടുന്നാണല്ലോ വരുന്നത്. ഇപ്പം നോക്കണം സാർ. അർജുനെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? സാറേ, കാലിൽ വെടിവെക്കുമ്പോൾ 5 അടി ഉണ്ടാവും, നെറ്റിയിൽ വെടിവെച്ചപ്പോൾ 15 അടിയും. അർജുൻ നിങ്ങളെ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സബോർഡിനേറ്റ്, അതായത് ഈ ഓഫീസർ ആദിത്, അദ്ദേഹം നിങ്ങളുടെ വലതുവശത്തായിരുന്നു അതോ ഇടതുവശത്തായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ആലോചിച്ച് വേണം പറയാൻ. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് സൈഡ്. റൈറ്റ്. ചോദ്യം നമ്പർ 6. ചായ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഓഫീസർ മറുപടി പറഞ്ഞില്ല. ഓഫീസർ, റിലാക്സ്. താങ്ക് യു സാർ. വരണം ഓഫീസർ, നിങ്ങളെങ്കിലും മറുപടി പറയൂ. കാപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്.
മുരളി സർ ഫോൺ. ശരി ഓഫീസേഴ്സ്, നാളെ രാവിലെ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിൽ നമുക്ക് കാണാം. പറയൂ സർ. ഹലോ ഇസ്മായിൽ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്നോട് ആരെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിൽ നിന്ന് എന്നെപ്പറ്റി ചോദിച്ചാൽ അറിയില്ലെന്ന് പറഞ്ഞേക്കണം. ഹലോ എന്താടാ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ അങ്ങ് എത്തും. ഓക്കെ. നിനക്ക് ജീവൻ വേണമെങ്കിൽ എന്നെ കല്ലൂർ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യും. തിരിഞ്ഞു നോക്കാതെ ഉത്തരം പറയണം. അതെ, തന്റെ മുഖം കണ്ണാടിയിൽ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ തിരിഞ്ഞു നോക്കി തന്നെ പറ. കഴുത്തിൽ കത്തിവെച്ച് സ്വർണ്ണമാല എടുക്കുന്നതിനെ കണ്ടിട്ടുണ്ട്, കാശടിക്കുന്നവനെയും കണ്ടിട്ടുണ്ട്. ലിഫ്റ്റ് ചോദിക്കുന്നതിനെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇത്ര ധൃതി എന്താ? കല്ലൂർ ബസ് സ്റ്റാൻഡിൽ എൻ്റെ ലവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഒന്ന് വേഗം പോകണം. വാട്ട് എ കോയിൻസിഡൻസ്! എൻ്റെ ലവറും എനിക്ക് വേണ്ടി അവിടെയാണ് കാത്തു നിൽക്കുന്നത്. അവളെ എനിക്ക് 5 മണിക്ക് പിക്കപ്പ് ചെയ്യണം. എന്താ പ്രശ്നം? ഒക്കെ ഈ ജാതി പ്രശ്നം തന്നെ. ഞാൻ നിങ്ങളൊക്കെ ഒരു പടി മുമ്പിലാ. മതം, അമ്മ വേറെ മതം, അച്ഛൻ വേറെ മതം, അതാ പ്രശ്നം. സാറേ പ്ലീസ് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ആ, കേറിക്കോളൂ. താങ്ക്സ്. എന്റെ കാറായി. പാവല്ലേ, പ്ലീസ്. നമ്മുടെ കാറാന്ന് കേറിക്കോ. ആ കേറി വാ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, വണ്ടി എടുക്ക്. അവരെന്താ വിചാരിക്കുക? നീ ഇങ്ങനെയൊക്കെ പറയല്ലേ? അവര് നമ്മളെ പോലെ ലവേഴ്സ് ആന്നേ, തെറ്റിദ്ധരിക്കൊന്നുമില്ലെന്നേ. ആ, ഞങ്ങളെ കണ്ടിട്ട് ലവേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഓ സോറി മാഡം, ലവേഴ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. ഹസ്ബൻഡ് വൈഫ് അല്ലേ? ഇത് രണ്ടും അല്ലാതെ ലോകത്ത് വേറെ ബന്ധങ്ങളൊന്നും ഇല്ലേ? ഓ അമ്മയും മോനും അല്ലേ? സോറി മാഡം, അച്ഛനും മോളും പോലെ എനിക്ക് തോന്നുന്നേ. എന്റെ അമ്മോ, എനിക്കൊന്നും അറിയത്തില്ല എന്റെ പൊന്നു സാറേ. സാറേ ഞാൻ മിണ്ടായിരുന്നോളാം, അതായിരിക്കും നല്ലത്. പ്ലീസ് സാറേ, എന്നെ കൊണ്ട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് എന്റെ പ്രേമത്തിന്റെ 1ാം വാർഷികമാണ്. താങ്ക് യു. പിന്നെ എന്റെ ലവ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റാ. ഒന്ന് വെറുതെ ഇരിക്ക്. ബ്രോ എന്താന്ന് ചോദിക്കൂ ബ്രോ. മാഡം നിങ്ങളെങ്കിലും ചോദിക്ക്. പറഞ്ഞോളൂ. ജനറലായിട്ട് ലവ് എന്ന് പറഞ്ഞ ഒരു പെണ്ണും ചെറുക്കനും കാണുമ്പോൾ സംസാരിക്കും, പിന്നെ അടുക്കും, അതിനുശേഷം കല്യാണം, പിന്നെ ഹണിമൂണ്, അതിനുശേഷം ഇങ്ങനെ കലക്കി കലക്കി. ഞങ്ങളുടേത് എൻ്റെയർലി ഡിഫറെന്റാ. ആദ്യം തന്നെ കലക്കി കലക്കി. ഇൻട്രസ്റ്റിംഗ് ആയല്ലേ? ബാക്കി ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ മലയുടെ മുകളിൽ ഇവള് ചാടാൻ വേണ്ടി ഒരുങ്ങുമായിരുന്നു. ചാവാനുള്ള ഇവളുടെ തീരുമാനം വളരെ സ്ട്രോങ് ആയിരുന്നു. അത് അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവള് ചാടാൻ പോകുന്ന സമയം കറക്റ്റായിട്ട് ഓടി വന്ന് ഇവളെ കെട്ടിപ്പിടിച്ച് എന്തായാലും ചാവാൻ പോവില്ലേ, അതിനു മുമ്പ് എന്നെ ഒരു തവണയെങ്കിലും സൂപ്പിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി അവളെ. 4 മണിക്കൂർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്റെ ആഗ്രഹം നടക്കില്ലെന്ന് എന്നോട് പറയുന്നു. നീ ജീവനോടെ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാനും പറഞ്ഞു. അത് കേട്ട ഉടനെ അവള് ഷോക്കായി. ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാ, ഇവക്ക് ഷോക്കായപ്പോ ഇവളിതാ ഇങ്ങനെ കിടന്ന്, ഞാൻ ഇവളുടെ മുകളിൽ ഇങ്ങനെയും. അതിനുശേഷം ഇവക്ക് എന്താ പറ്റിയെന്നറിയില്ല, ഇവളെന്നെ തടഞ്ഞതേയില്ല. ഞാനാണെങ്കിൽ പിടിയും വിട്ടില്ല. ഇവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവസാനം എന്റെ ചരിത്രം നഷ്ടമായത്. ഇയാളുണ്ടല്ലോ സൂയിസൈഡ് ചെയ്യാനാ പോകുന്നത്. ഒന്ന് പോ മേഡം, നിങ്ങൾ വിചാരിച്ച സാറിനെ രക്ഷിക്കുന്നേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മേഡം? മേഡത്തിന് എന്നെ പോലെ പെർഫോമൻസ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഒന്ന് ടച്ച് ചെയ്താൽ മതി, സാറ് ഫ്ലാറ്റാ. ആളെ കണ്ട അറിയാമല്ലേ? ആദ്യം ഒന്ന് ഇറങ്ങിക്കേ. ഒത്തിരി വലിയ ആളാകാതെ മേഡം. ഇവളും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു.
ഇപ്പോളെ ഡെയിലി സൂയിസൈഡ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക. അയ്യോ ഒന്ന് താഴെ ഇറങ്ങിക്കോ പ്ലീസ്. മാഡം ഓൾ ദി ബെസ്റ്റ്. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? കുറച്ചു നേരത്തിനുള്ളിൽ മരിക്കല്ലോ, അതാ തന്നെ ഞാൻ നോക്കിയത്. ഇപ്പൊ നീ മരിക്കാൻ പോകുന്ന സ്ഥലമെത്തും. നീ ചിരിച്ചോണ്ട് ചാടുവോ അതോ കരഞ്ഞോണ്ട് ചാടുവോ? അതൊന്നും എനിക്കിപ്പോൾ അറിയില്ല. ചാകണം, അത്രയേ ഉള്ളൂ. Bye. എന്താ ഇത്? നിങ്ങളുടെ അമ്മയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഞാൻ ഉണ്ടായിരുന്നു. സൂയിസൈഡ് ചെയ്യണമെന്നൊരു വാക്ക് പോലും പറയുന്നില്ലല്ലോ. മനസ്സിത്ര കല്ലായി പോയല്ലോ. ഞാൻ നിന്നോട് മരിക്കണ്ടെന്ന് പറഞ്ഞ നീ ചാകണോന്നുള്ള പിടിവാശി നീ എന്നോട് കാണിച്ചേനെ. ഞാൻ ഒന്നും പറയാത്തത് കൊണ്ട് നീ തന്നെ ചേഞ്ചായി. ഇതാണ് സൈക്കോളജി. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം നിന്റെ കൂടെ ട്രാവൽ ചെയ്തത്. ആദ്യത്തെ സൂയിസൈഡിൽ ചാടിയിരുന്നെങ്കിൽ നീ മരിച്ചു പോയേനെ. പക്ഷേ ഞാൻ കുറേശ്ശെ നിന്നെ കൺവിൻസ് ചെയ്ത് ഇവിടം വരെയും കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. താങ്ക്സ്. ചാടണം ഒരുപാട് അങ്ങനെ ബിൽഡപ്പ് ചെയ്തിട്ട് ഒന്നുമില്ലാണ്ടായ ശരിയാവില്ലല്ലോ. ഒരു കിസ് തന്നിട്ട് വിളിച്ചോണ്ട് പോയിക്കോളൂ. എന്നെ കല്യാണം ചെയ്യാ, അപ്പ തരാം. നിൽക്ക്, എന്താ പേര്? അതിഥി. എന്താ? ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ പ്രേമിക്കാറില്ലെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ 2 മാസം മുമ്പാണ് ഒരു പെണ്ണിനെ കണ്ടത്. ഇപ്പോൾ ആ പെണ്ണിനെ 1 മാസം ആയിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട് അരവിന്ദ് ക്വാർട്ടർ പോലും അടിക്കുന്നില്ല. ചോദിച്ചപ്പോൾ ക്വാർട്ടറിനേക്കാളും അവൻ്റെ പെണ്ണിനെയാണ് ജീവനെന്ന് പോലും. അവൻ്റെ പെണ്ണുണ്ടല്ലോ, എപ്പോൾ നോക്കിയാലും അവനെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടികളെ വെള്ളമടിക്കാൻ വിടാറില്ല, അറിയോ? ഞാനെന്താ കമലഹാസനെ പോലെ ഇവിടെയാണോ ചോദിച്ചത്? ഇവിടെയല്ലേ? ഇതൊക്കെ കല്യാണത്തിന് ശേഷമാണെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ടോർച്ചർ ചെയ്താ നിന്റെ കൂടെ പുറത്തു വരില്ല. സോറി. നിന്റെ കണ്ണിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും മതി.
നോ ശക്തി, നോ നോ. എവിടെയാണോ നിങ്ങള്? സൂപ്പർ. സർ, മിനിസ്റ്റർ ലൈനിലുണ്ട് സർ. നിങ്ങളുടെ പോലീസ് നേരത്തെ അവനെ രക്ഷപ്പെടാൻ സമ്മതിച്ചതുപോലെ ഇത്തവണയും സംഭവിക്കരുത്. അവൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനേ പാടില്ല. എത്ര ഫോഴ്സിനെ വേണമെങ്കിലും ഞാൻ അയക്കാം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവനെ കോടതിയിൽ ഹാജരാകാൻ സമ്മതിക്കരുത്. അവനെ അങ്ങ് ഷൂട്ട് ചെയ്തേക്കണം. എന്നാലേ രാഷ്ട്രീയക്കാരന്റെ പവർ എന്താണെന്ന് അവൻ അറിയൂ, മറ്റു ഉദ്യോഗസ്ഥന്മാരും. ഗുഡ് മോർണിംഗ് ഓഫീസേഴ്സ്. അർജുൻ നിങ്ങളെ വെടിവെക്കാൻ ശ്രമിച്ച സമയത്ത് ഇൻസ്പെക്ടർ ശക്തി നിങ്ങളുടെ ഇടതുവശത്തുണ്ടായിരുന്നോ അതോ വലതുവശോ? ലെഫ്റ്റ് സൈഡ്. റൈറ്റ്. അർജുനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ 5 അടി ഡിസ്റ്റൻസ് ആയിരുന്നു എന്ന് രണ്ടുപേരും ഒരേപോലെ പറഞ്ഞു. ഗുഡ്. പക്ഷെ അത് കള്ളമാണ്. ഞങ്ങൾ എന്തിനാ സാറേ കള്ളം പറയുന്നേ? ഞങ്ങൾ അർജുനെ വെടിവെച്ചത് 5 അടി പുറകിൽ നിന്നാ. അതാണ് സത്യം. ഇത് 5 അടി ദൂരത്തിന് വെടിവെച്ചാൽ ഏർപ്പെടുന്ന മുറിവാണ്. ഇത് 4 അടി ദൂരത്തിന് വെടിവെച്ചാൽ ഏർപ്പെടുന്ന മുറിവ്. ഇത് വെറും 1.5 അടി ദൂരത്തിന് വെടിവെച്ചാൽ ഏർപ്പെടുന്ന മുറിവ്. പക്ഷേ ഇത് അർജുന്റെ കാലിൽ ഉണ്ടായിരുന്ന മുറിവ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇത് 1.5 അടി ദൂരത്തിന് വെടിവെച്ച മുറിവാണ്. ഈ കറുത്ത പാടുണ്ടല്ലോ, ബുള്ളറ്റിന്റെ മീതെ പൗഡർ തേച്ചാൽ ഉണ്ടാവുന്നതാണ്. 3 അടി ദൂരത്തിന് വെടിവെച്ചാൽ മാത്രമേ ഇത് സംഭവിക്കൂ. 4 അടി ദൂരത്തിനോ 5 അടി ദൂരത്തിനോ വെടിവെച്ചാൽ ഇത് സംഭവിക്കില്ല. അർജുനെ നിങ്ങൾ നെറ്റിയിൽ വെടിവെക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ 15 അടി ദൂരം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതും കള്ളമാണ്. വെറും 7 അടി ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അർജുൻ നിങ്ങളെ വെടിവെക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിങ്ങൾ തിരിച്ച് വെടിവെക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. അർജുന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പ്രകാരം ബ്ലാക്ക് എങ്കിങ് പൗഡർ തേച്ചതിനു ശേഷം മനസ്സിലായത് അർജുൻ ട്രിഗർ പ്രസ് ചെയ്തിട്ടില്ല എന്നാണ്. സർ, ഞങ്ങൾക്കെതിരായി ആരോ സാറിന് തെറ്റായ ഇൻഫർമേഷൻ തന്നതാ. പിന്നെ ഓഫീസേഴ്സ്, നിങ്ങളുടെ തോക്കിൽ നിന്ന് വന്ന ബുള്ളറ്റ്സ്, ഇത് തലയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ്, ഇത് കാലിൽ നിന്നും കിട്ടിയ ബുള്ളറ്റ്, ഇത് കളവാകില്ലല്ലോ. ബുള്ളറ്റിൽ ക്ലോട്ടായ ബ്ലഡ് റിപ്പോർട്ട് പ്രകാരം അവനെ നെറ്റിയിൽ വെടിവെച്ച് കൊന്നതിന് ശേഷം 7 മിനിറ്റിന് ശേഷമാണ് നിങ്ങൾ കാലിൽ വെടിവെച്ചത്. സാർ നന്നായിട്ട് കഥ പറയുന്നുണ്ടല്ലോ. സാറിന് അഡ്വക്കേറ്റ് പണിയായിരുന്നു നല്ലത്. ഓഫീസർ, ഞാൻ നിയമം പഠിച്ച് സിവിൽ എക്സാം എഴുതി 5 വർഷം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവൻ മരിച്ചതിന് 7 മിനിറ്റ് കഴിഞ്ഞ് കാലിൽ വെടിവെച്ചിരുന്നെങ്കിൽ കാലിൽ നിന്ന് രക്തം വരില്ലായിരുന്നു. അവൻ്റെ കാലിൽ നിന്ന് രക്തം വന്നതിൻ്റെ തെളിവുകൾ വളരെ കൃത്യമാണ്. ബ്രില്യൻ്റ് ഐഡിയ, ബ്രില്യൻ്റ് പ്ലാൻ നിങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് 3 സെക്കൻഡ് മുതൽ 7 മിനിറ്റ് വരെ ചോര പുറത്തേക്ക് വരും. ക്വാണ്ടിസം മെത്തേഡ് യൂസ് ചെയ്താൽ അർജുൻ്റെ ശരീരത്തിൽ നിന്നും 7 മിനിറ്റ് ചോര വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റെക്കോർഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്തത് എൻകൗണ്ടർ ഇല്ല, കൊലയാണ്. ഇറ്റ്സ് എ പ്രീ പ്ലാൻ മർഡർ. ഇന്ത്യൻ നിയമപ്രകാരം ഒരു കൊല ചെയ്ത കുറ്റവാളിക്ക് എന്ത് ശിക്ഷ ലഭിക്കുമോ അത് നിങ്ങളെ വന്ന് ചേരും. അതെ സാർ, ഞങ്ങൾ തന്നെ കൊന്നത്. അർജുൻ 16 പേരെ കൊന്നിട്ടുണ്ട്. അവനെ വെറുതെ വിടാനാണോ പറയുന്നത്? അവൻ 16 കൊല നടത്തുന്നവരെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വെറുതെ നോക്കിയിരിക്കുന്നു. അതോ 16 കൊല ചെയ്തതിന് ശേഷമാണ് എൻകൗണ്ടർ ചെയ്യേണ്ടത് വല്ല റൂൾസ് ഉണ്ടോ? അവൻ ആദ്യത്തെ കൊല ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ എൻകൗണ്ടർ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് 15 ജീവനെ രക്ഷിക്കാമായിരുന്നു. അപ്പോൾ അവൻ എൻകൗണ്ടർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു സാർ. ആ സപ്പോർട്ട് ഇപ്പൊ എന്തുകൊണ്ടില്ല? അവൻ കൊലപാതകയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ കാലുവാരി. 16 പേരെ കൊല്ലാൻ വേണ്ടി അർജുന്റെ അത്യാവശ്യം രാഷ്ട്രീയക്കാരനും ബിസിനസ്സുകാരനും വേണ്ടി വന്നു. ഇന്ന് അർജുന്റെ ആവശ്യം അവർക്കില്ല, അതുകൊണ്ട് അവനെ കൊല്ലാൻ അവർക്ക് നിങ്ങളെ വേണ്ടി വന്നു. അവരുടെ കാഴ്ചപ്പാടിൽ അർജുനും നിങ്ങളും ഒരുപോലെയാണ്. സർ, നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് കടക്കുന്നു.
ഒരു തേർഡ് റേറ്റ് ക്രിമിനലും ഞാൻ ഒരുപോലെയാണെന്നോ? എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഓഫീസർ. അവരാവും വിചാരിച്ചിട്ടുണ്ടാവുക. ഞങ്ങളുടെ ഡ്യൂട്ടിയെ പറ്റി തെറ്റായി പറയുന്നതിന് നിങ്ങൾക്ക് ഒരു റൈറ്റ്സും ഇല്ല. കുറ്റവാളികളെ വെടിവെക്കുന്നതാണോ നിങ്ങളുടെ ഡ്യൂട്ടി? അവൻ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഏൽപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. കാരണം എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യന്റെ ജീവൻ ഇനിയൊരു മനുഷ്യനെ കളയാൻ യാതൊരു അധികാരവുമില്ല. അതുകൊണ്ടാണ് തൂക്കിലിടുന്ന നിയമത്തിൽ വേണ്ടാന്ന് പറയുന്നത്. അപ്പൊ കുറ്റം ചെയ്യുന്നവരെ വെറുതെ വിടണമെന്നാണോ പറയുന്നത്? ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവാളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണർന്ന് നേരാവുന്നതാണ്. മരണം എന്ന് പറഞ്ഞത് ശിക്ഷയല്ല, അതൊരു അന്ത്യമാണ്. സുപ്രീം കോർട്ട് 7 കുറ്റവാളികളെ തൂക്കിലിടുന്ന നിർത്തി അവരെ വിടുവെച്ചപ്പോൾ ഈ നാട് മുഴുവൻ അത് ആഘോഷിച്ചു. ഇതൊന്നു പോരെ, തൂക്കിലിടുന്നതിനെതിരായി നമ്മുടെ ജനങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നുവെന്ന്. തൂക്കിലിടുന്ന നാടിനേക്കാൾ അതില്ലാത്ത നാട്ടിലാണ് കുറ്റവാളികൾ കുറവായിട്ടുണ്ടാവുക. പറയുമ്പോ എന്ത് വേണമെങ്കിലും പറയാം സാർ. അടി കിട്ടിയാലേ വേദനിക്കൂ, കൊന്നാലേ പഠിക്കൂ. കുറ്റം ചെയ്യുന്നവർ ശിക്ഷിച്ചാൽ മാത്രം മതി എന്നാണ് നിങ്ങൾ കരുതുന്നത്. കുറ്റം ചെയ്യാതെ നോക്കേണ്ടതാണ് നിങ്ങളുടെ ശരിക്കുള്ള ചുമതല. നോർവേ എന്നൊരു നാടുണ്ട്. അന്വേഷണത്തിന് വേണ്ടി ഒരു കുറ്റവാളിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവന്റെ മേത്ത് കൈവെക്കില്ല. പക്ഷെ അവന് പോലീസിനതല്ല. ആ നോർവേ നാട്ടിലാണ് ഏറ്റവും കുറഞ്ഞ കുറ്റവാളികളുള്ളത്. കോടതിയിൽ ഹാജരാക്കിൽ സ്വാധീനിച്ച് പുറത്തു വരാൻ കഴിയുമല്ലോ. അതൊക്കെ തെറ്റായ ധാരണയാണ് ഓഫീസർ. അവന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങി തന്ന ഇൻഫ്ലുവൻസിനെ കുറ്റം പറയണോ നിങ്ങൾ? കുറ്റവാളികൾ ഉണ്ടാക്കുന്ന ഒരു വലിയ പങ്ക് രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കുണ്ട്. ഇതാണ് ഏറ്റവും വലിയൊരു സത്യം. സർ, എന്താണ് ഓഫീസർ ഇൻഫ്ലുവൻസ്? വലിയൊരു ഇൻഫ്ലുവൻസ്. ബീഹാറിലെ CM പൊക്കെ അകത്തിട്ടില്ലേ? അദ്ദേഹത്തിനില്ലാത്ത ഇൻഫ്ലുവൻസ് ആണോ? നമ്മുടെ നാട്ടിലോ 1,57,000 കോടി കൈക്കൂലി കൊടുത്ത സെൻട്രൽ മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യില്ലേ? അദ്ദേഹത്തിന് ഇല്ലാത്ത ഇൻഫ്ലുവൻസ് ആയിരുന്നോ? കഴിവുള്ള ഒരു പോലീസ് ഓഫീസറിന് എത്ര വലിയ കൊമ്പനായാലും ശരി, അവന് അകത്തുകൂടാനുള്ള ഒരു ചങ്കുറ്റം ഉണ്ടായിരിക്കും. കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കി അവന് ശിക്ഷ കൊടുക്കാൻ സാധിക്കും. അതാണ് ഒരു പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടി. നിങ്ങളുടെ 3 പേരത്ത് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ പ്രയോഗിച്ച്. ഞങ്ങളൊന്നും മണ്ണന്മാരല്ല സാർ. ഞങ്ങളെ ആർക്കും മിസ്യൂസ് ചെയ്യാൻ കഴിയില്ല. അർജുന്റെ മരണം കൊലപാതകമാണ്, എൻകൗണ്ടർ ആണെന്ന് കോടതി തെളിയിക്കട്ടെ. നിങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ റിപ്പോർട്ട് കോടതിക്ക് പോയാൽ നിങ്ങളുടെ ജീവനോടുണ്ടാവില്ല. കോടതിയിൽ എന്താ തൂക്കിക്കൊല്ലാൻ വിധിക്കുവോ? ഏയ്, നിങ്ങൾ ആർക്ക് വേണ്ടി ഇത്ര എൻകൗണ്ടർ ചെയ്തോ അവർ നിങ്ങളെ ജീവനോടെ വിടില്ല. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ച്. നല്ലവരായ മനുഷ്യന്മാർ ഈ ലോകത്തിൽ വളരെ കുറവാണ്. അവരെ രക്ഷിക്കുന്നതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ജോലി. മൃഗങ്ങളെ രക്ഷിക്കാൻ പോലും ബ്ലൂ ക്രോസ് എന്നൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല. പ്ലീസ് മനസ്സിലാക്കൂ. എന്റെ മനസാക്ഷിക്കെതിരായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്കൊരു ദൈവത്തിന്റെ ആവശ്യമില്ല. ഓഫീസർ, സാർ, കോഫി. താങ്ക്സ്. സാറ് എന്നെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചു. നിങ്ങൾ വഴുകിപ്പോയി. എന്റെ സ്വഭാവേ എപ്പോഴും കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ചു തീർക്കണം എന്നതാണ്. പറഞ്ഞോളൂ, എന്താ സംസാരിക്കേണ്ടത്? സംസാരിക്കാനൊന്നും ഇല്ലത്, എഴുതി തന്നാ മതി. എന്താ എഴുതി തരണ്ട്? വെരി സിമ്പിൾ. അർജുന്റെ മരണം കൊലയല്ല, അതൊരു എൻകൗണ്ടർ ആണെന്ന്. ഇത് പറയാനാണ് ഒരു വലിയ ബിസിനസ്മാൻ ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. അത് സത്യമാണെങ്കിൽ അത് തന്നെ ഞാൻ എഴുതുള്ളൂ. ഭാര്യയും കുട്ടിയും വളരെ പെട്ടെന്ന് മരിച്ചു എന്ന് കേട്ടു. ശരിയാണോ? ഇപ്പൊ ജീവനോടെ ഉള്ളത് നിങ്ങൾ മാത്രമാണ്. സ്റ്റൈലായിട്ട് നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. പേടിച്ച് ജീവിക്കുന്നതേക്കാൾ ധീരമായ മരണമാണ് എനിക്കിഷ്ടം. ഓൾ ദ ബെസ്റ്റ്. ഓഫീസർ, സർ, ഇപ്പൊ മനസ്സിലായോ? നിയമത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ അർജുനെ കൊന്നത്. ആ ബിസിനസ്സുകാരൻ രാമമൂർത്തിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അർജുന്റെ മരണം ഒരു കരുതിക്കൂട്ടിയ കൊലപാതകമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കുറ്റവാളികളെ പിടികൂടാനും അതിൽ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ കണ്ടുപിടിക്കാനും സംസ്ഥാന പോലീസിന് ഈ കോടതി ഉത്തരവ് നൽകുന്നു.
ഇന്നലെ ഞാൻ അങ്കിളിനെ ടിവിയിലെ കണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും ചേർന്ന് ഒരാൾ ഷൂട്ട് ചെയ്തില്ല. എന്തിനാ? ഷൂട്ട് ചെയ്താലേ ഇവർക്ക് മാറുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ മാറുക? നിങ്ങൾ ആരും ഭയപ്പെടണ്ട. ശക്തി സറണ്ടർ ആകുന്ന ഉടനെ അവൻ ജയിലിൽ പോകുന്ന വഴിയിൽ നമ്മളുടെ പോലീസ് അവനെ ഷൂട്ട് ചെയ്തിരിക്കും. നിങ്ങളിൽ ഒരു കറയില്ലെന്ന് ഞാൻ കരുതിയത്. നിങ്ങളൊക്കെ പോലീസാണോ? ബിസിനസ്സുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും അടിമകളാണ് പോലീസ് എന്നൊരുത്തും പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചില്ല. അതിനേക്കാളും ചറ്റകളാ നിങ്ങളൊക്കെ. എന്താ സാർ ഇത്ര എൻകൗണ്ടർ ചെയ്തു? ഒന്നും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്തത്. ഒരു ബിസിനസ്സുകാരന്റെ ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അങ്ങനെ മാത്രം പറയരുത്. നമ്മുടെ നാട് ഭരിക്കുന്നവരാ. സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും അവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു സാധാരണ ലേഡി വക്കീലിനെ കൊണ്ട് അവരെ നിലംപരിശാക്കി കളഞ്ഞിരിക്കുന്നു. ഈ സിസ്റ്റം അങ്ങനെയാ. എന്ത് സിസ്റ്റം സാറേ? ഏത് സിസ്റ്റം സാറാ നിങ്ങളുടെ? യൂണിഫോം ധരിച്ച് ജനങ്ങളെ കൊല്ലുന്നതാണ് നിങ്ങളുടെ സിസ്റ്റം. ജനങ്ങളെ റൗഡുകളെ കൊണ്ട് കൊല്ലിക്കുന്നു. റൗഡുകളെ എന്നെ കൊണ്ട് കൊല്ലിക്കുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി ഒരു പോലീസുകാരനെ അറേഞ്ച് ചെയ്യുന്നു. ഇതാണോ സാറേ നിങ്ങളുടെ സിസ്റ്റം? വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ, നിങ്ങളെ പോലെയുള്ള ഓഫീസേഴ്സ്, ബിസിനസ്സുകാർ ആരും തന്നെ സിസ്റ്റത്തിൽ വരുന്നില്ല. അർജുൻ ചാവുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ശക്തിവേൽ, നീ ചെയ്യുന്ന ഓരോ എൻകൗണ്ടറിലും ഓരോ സത്യങ്ങളാണ് ചാവുന്നതെന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾ കൊലപാതകയാക്കിയില്ലേ സാർ? നിങ്ങളെപ്പോലെ മേലധികാരികളുടെ വലയിൽ വീണ് എന്നെപ്പോലെ സത്യസന്ധരായ എത്രയോ ഓഫീസേഴ്സ് ജീവൻ പോലും കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചാവില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ IAS IPS ഓഫീസേഴ്സും മിനിസ്റ്റേഴ്സും പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തതെന്ന് ഞാൻ കോടതിയിൽ പറയും. അതാർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് കോർട്ടിൽ നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങളെ 3 പേരെയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 3 പേരും തെളിവുകളാണ് ഏറ്റവും വലിയ പ്രധാനം. നിങ്ങളെ കോടതിയിൽ വരുത്താതെ നിങ്ങളെ എന്ത് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. ഈ മിസ്റ്റർ പത്മനാഭനും രാമമൂർത്തിക്കാരനും ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല ജഡ്ജിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കീഴടങ്ങാൻ അദ്ദേഹം നിങ്ങളെ സഹായിക്കും. ഓക്കെ സാർ. ജയ്, ഞാനിവിടെ എത്തി. ഞാൻ വരാൻ ഒരു 10 മിനിറ്റ് ആവും. വേഗം വാടാ. ആരെങ്കിലും നമ്മളെ കണ്ട വലിയ പ്രശ്നമാവും. വന്നോണ്ടിരിക്കോ, പിന്നെ ഒന്ന് പേടിക്കല്ലേ. കാറ് പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ. ഓക്കെ. ഹലോ, വേഗം വാടാ. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ബ്രദർ, ഒന്ന് വേഗം പോണം. എൻ്റെ ഗേൾഫ്രണ്ട് ഒരുപാട് പേടിക്കുന്നു. ഒന്ന് നിർത്തിക്കേ. ഡാ, എന്താണ് ചെയ്യുന്നേ? ടയർ പഞ്ചറാണ് സാർ, മാറ്റിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ അങ്ങനെ നിൽക്കാൻ പാടില്ല. ചെല്ല്. ഓക്കെ ചേട്ടാ, വൈറ്റിലെ ബസ് സ്റ്റാൻഡ് വരെ ഒരു പ്രശ്നമില്ല. ചേട്ടൻ വന്നോളൂ. ഓക്കെ. സർ, ശക്തി അണ്ടറായി. ഓക്കെ,
സർ ഈ റോഡ് ബ്ലോക്ക് ചെയ്തോട്ടെ? ആ ബ്ലോക്ക് ചെയ്തോളൂ. ബ്രോ പോലീസ് നിൽക്കുന്നു, വല്ലതും ചോദിച്ചാലോ? ഒന്ന് വേഗം പോ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്ത് നിർത്ത്. പോസ്റ്റിൽ വിളിച്ചു പറ. മാലതി, ലേറ്റായ വളരെ പ്രോബ്ലം ആവും. നീ വേഗം വീട്ടിൽ പോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കം, ഇങ്ങോട്ട് വരാ. സർ, ആ റൈറ്റ് റൈറ്റ്, കുറച്ചുകൂടെ പുറകോട്ട്, കുറച്ചുകൂടെ കുറച്ച് പുറകോട്ട് ഒന്ന് റൈറ്റോട്ടാക്ക്. വണ്ടി എടുത്ത് മാറ്റാം. ഇപ്പൊ മാറ്റേ സാറേ, ഒരു ഒറ്റ മിനിറ്റ്. ഇതാ കഴിഞ്ഞു. വണ്ടി എടുക്കടാ. എടാ വണ്ടി എടുത്ത് മാറ്റി, സാറോടെ കിടന്ന് ചൂടാവുക. ആ വേഗം എടുത്തു വെക്ക്. Sir, don't shoot, sir. Sir, please don't shoot. Sir, വെടിവെക്കരുത് sir. Sir. ശക്തി, ബ്രോ പോലീസ്. അയ്യോ, ഇറങ്ങടാ ഇങ്ങോട്ടെ, ഇറങ്ങിപ്പോ. വേഗം വാ, അങ്ങോട്ട് പോ. പിടിച്ചു കയറ്റം അവിടെ. കേറ്. ആരെങ്കിലും ഒരടി മുന്നിട്ടെടുത്ത് വെക്കുവാണെങ്കിൽ ഇവര് 4 പേരും ക്ലോസ്. ശക്തി, നീ വീണ്ടും തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ പേടിച്ച പോലെ ഇപ്പൊ നിങ്ങളാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട ശക്തി, അത് വേണ്ട. കേറാ. സർ, ശക്തി രക്ഷപ്പെട്ടു. സർ എവിടെ സാർ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നേ? സർ, സാർ എന്നെ വിട്ടേക്ക് സാർ. ഇറങ്ങടി. പ്ലീസ് സാർ. അങ്ങോട്ട് പോ. Come on. വേഗം. Speed. Fast. Hurry up. സർ പ്ലീസ് സർ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങളെ അടിക്കാനോ കൊല്ലാനോ ഒന്നുമല്ല കൊണ്ടുവന്നത്. അവരുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയാ. അതുവരെ നിങ്ങൾ ഒന്ന് കോപ്പറേറ്റ് ചെയ്യും. ഓക്കെ? എന്തിനാ സർ നിങ്ങൾ പോലീസ് ഷൂട്ട് ചെയ്യുന്നത്? അതിന് നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അതുപോലെ തന്നെ. ശക്തി, ആ 4 പേരെ ജീവൻ വെച്ച് നീ കളിക്കരുത്. ആരാ സാറേ കളിക്കുന്നേ? നിങ്ങളല്ലേ കളിക്കുന്നേ? ഞാൻ അവരെ ജീവനോടെ വിടണമെങ്കിൽ നിങ്ങൾ പിൻവാങ്ങണം. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു കാർ വേണം. ഇതെല്ലാം 5 മിനിറ്റിനുള്ളിൽ നടക്കണം. വിക്രം, അവന്റെ കൂടെയുള്ള 4 പേരെ ഷൂട്ട് ചെയ്തേക്ക്. സർ, അതിന് ആ 4 പേര് എന്ത് തെറ്റ് ചെയ്തു? മിനിസ്റ്ററിന്റെ ഓർഡർ ആണ്. ഡു വാട്ട് ഐ സേ. എന്ത് പറഞ്ഞാലും എനിക്ക് ആ 4 പേരെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സർ. അപ്പൊ താൻ ഇതിന്ന് വിട്ടു നിൽക്കേ. തെറ്റാണ് സർ. ഇത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. സർ, ആ 4 പേരെ രക്ഷപ്പെടുത്താൻ പോയ ഇൻസ്പെക്ടർ വിക്രമനെ ശക്തി ഷൂട്ട് ചെയ്തു സർ. ശക്തി, ആ 4 പേരെയും വെടിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രക്ഷപ്പെടണം. നമ്മുടെ ജീവൻ പോയാലും ഈ 4 പേരെയും സേവ് ചെയ്തേ മതിയാവൂ. ഇറ്റ്സ് അവർ ഡ്യൂട്ടി. ഓക്കെ? ബി അലർട്ട്. പേടിക്കണ്ട, ഞങ്ങളുണ്ട്. ശക്തി, സാർ, ഞങ്ങൾക്ക് വേണ്ടി സാർ വെറുതെ. സാർ, താഴെയുള്ള യൂണിഫോം ഇട്ട റൗഡികള് ഇവരെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവന്മാരെ കയ്യിൽ നിന്ന് ഇവരെ നീ രക്ഷപ്പെടുത്തണം. സർ, നിങ്ങൾ എന്നോടൊപ്പം വരണം സാർ. വരൂ സാർ. കൂടെ വന്നാൽ മതി. പെട്ടെന്ന് പോവാൻ.
വാ വേഗം വാ. Follow me. സൂരജ് സൂരജ് Hey. സൂരജ് Hey. Hey. Hey, കണ്ണു തുറക്കടാ. Hey. മൂമു വെയിറ്റ് 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 പോ 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 ഗോ ഫാസ്റ്റ് മൂമു. ആദി 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 പറയുന്ന കേക്ക് അതിഥി. വിനു ദിദി വിനു അതിഥി. വിനു അതിഥി. വിനു രക്ഷിക്കൂ വിനു.
മീനു മീനു! ജയ്, അവര് നമ്മളെ കൊന്നാളെയോടാ. എനിക്ക് പേടിയാവുന്നു. ഇനി ഒന്നും സംഭവിക്കില്ല. നമുക്ക് ഇവിടുന്ന് പോയേക്കാം. വെയിറ്റ്. പിടിക്ക്, മുറുക്കെ പിടിക്ക്. മുറുക്കെ. കേറി വാ. മീനു വാ, ഞാൻ അങ്ങോട്ട് വരാം. വാ. യൂണിഫോമിന് തന്നെ നീ നാണക്കേടാ. നീയൊക്കെ ഒരു പോലീസാണോടാ? ജയ്, 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 ജയ്. ജയ്, ജയ്, ജയ്. വിനു, ജയ്, ജയ്. എഴുതേക്കടാ, എഴുതേക്ക്. മീനുവിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സംഭവിച്ച കാര്യം പറയല്ലേടാ. മീന, മീന, വിനു! മീനുവിനെ രക്ഷിക്കടാ. ഓ, എന്റെ മീനുവിനെ രക്ഷിക്കടാ. അതിഥി,
വിനു, നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? വിടെ. നീ വാ പ്ലീസ്. വേണ്ട ബിനു. വാ വിനു. ഹേയ്, ഡോണ്ട് മൂവ്. സർ പ്ലീസ് ഞങ്ങളെ കൊല്ലരുത് പ്ലീസ്. പ്ലീസ് സർ, ഞങ്ങളെ കൊല്ലരുത്. അന്യായമായിട്ട് ആ പാവങ്ങളെ കൊന്നില്ലടാ. നിങ്ങളെ കൊല്ലുന്നതല്ലടാ എൻ്റെ ലക്ഷ്യം. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വേറൊരു മനുഷ്യന് അവകാശമില്ലെന്ന് ഗാന്ധിജി മുതൽ പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞു. ആയുധം കയ്യിലുണ്ടായിട്ടും എതിരാളിയെ വെറുതെ വിടുന്നതാടാ ശരിക്കുള്ള വീരം. ജനങ്ങളുടെ ജീവൻ എടുക്കാനുള്ളവനല്ലടാ പോലീസ്. ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാകണമടാ പോലീസ്. ഹലോ ഹലോ, എന്റെ കുഞ്ഞിന് ആക്സിഡന്റ് ആയി. നിങ്ങളുടെ ബ്ലഡ് കിട്ടിയാൽ മാത്രമേ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാകൂ. സർ പ്ലീസ് സർ, കുറച്ച് രക്തം തന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിക്കൂ സർ. സർ പ്ലീസ് സർ, പെട്ടെന്ന് വരാം സർ, എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കൂ സർ. സർ എവിടെയാണ്? വേഗം വരില്ലെങ്കിൽ എന്റെ കുഞ്ഞ് മരിച്ചു പോകും. ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ സാർ. ഒരു ചെറിയ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുണ്ട് സാർ. പ്ലീസ് ഹെൽപ്പ് ചെയ്യണം സാർ. മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയെ രക്ഷിക്കണം സാർ. എന്റെ കുഞ്ഞ് ജീവന്റെ അപകടത്തിലാണ് സാർ. സാർ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കൂ സാർ. സാർ നിങ്ങൾ വന്നാൽ മാത്രമേ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുകയുള്ളൂ സാർ. ഒന്ന് വേഗം വരൂ സാർ. സാർ പ്ലീസ് സാർ, ഒന്ന് വേഗം വാ സാർ. എന്റെ കുഞ്ഞ് ശക്തി ഇതിനും മുമ്പേ നിയമപ്രകാരം ഒരു വലിയ കുറ്റവാളി തന്നെയാണ്. അവനെ പിടിക്കുന്ന ശ്രമത്തിൽ 4 നിരപരാധികൾ അകപ്പെട്ടുപോയി. രാവിലെ 10 മണിക്ക് അർജുനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ വഴിക്ക് വന്നുകൊണ്ടിരുന്നു. അവരെ 4 പേരെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ശക്തി ഇൻസ്പെക്ടർ വിക്രമിനെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ശക്തി ആ 4 നിരപരാധികളെ ഷൂട്ട് ചെയ്തു. ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ശക്തിയെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതാണ് സംഭവിച്ചത്. മിനിസ്റ്ററാണ് സംസാരിക്കുന്നത്. ഈ ലോകം ഇതുവരെ കണ്ടുപിടിച്ച ആയുധം, ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ആയുധം, ഇതിനെ എല്ലാത്തിനേക്കാളും വലിയ ആയുധം, അതാണ് രാഷ്ട്രീയം. ഇതും ഫേക്ക് എൻകൗണ്ടറാ. താൻ എന്ത് ചെയ്യാൻ പോവാ? വേറൊരു ശക്തി വില ഉണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല സർ. എവിടെയൊക്കെ എൻ്റെ കടമ ശരിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലയോ അവിടെയൊക്കെ ഞാൻ ജോലി രാജിവെച്ചിട്ടുണ്ട് സർ. ഇപ്പോഴും ആ സ്ഥിതിക്ക് നിങ്ങൾ എന്നെ എത്തിച്ചു സർ. നിങ്ങളുടെ പോലെയുള്ള രാഷ്ട്രീയക്കാരുള്ളിടത്തോളം കാലം മനസാക്ഷിയുള്ള പോലീസ് ഓഫീസേഴ്സ് ജോലി ചെയ്യാൻ പറ്റില്ല സർ. നിങ്ങളൊക്കെ കരുതിയതുപോലെ ഈ ദേശത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം രാഷ്ട്രീയമല്ല, ജനനായകമാണ്. താമസിക്കാതെ നിങ്ങളത് മനസ്സിലാക്കും.